ഹലോ. അപ്പം നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഡബ്ലിൻ ഇംഗ്ലീഷ് മല്ലു എന്നായിരുന്നു ആദ്യം ഞാൻ പേരിട്ടിരുന്നത് ആക്ച്വലി നമ്മുടെ ചാനലിന്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ട് ഡബ്ലിൻ മല്ലു വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. സോ ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ആക്ച്വലി ഡബ്ലിൻ ഇംഗ്ലീഷ് മല്ലു എന്ന് പറയുമ്പോൾ എന്തോ ഒരു എന്താ പറയുക, ഒരു മലയാളത്തിലില്ലാത്ത പോലെ. അപ്പോൾ ഞാൻ മല്ലു വേൾഡ് എന്നാക്കി. കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പേരാണ്. അപ്പം അങ്ങനെ ആക്കിയിട്ടുണ്ട്. സോ ഇപ്പോൾ കൃപാസനത്തിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് 1-2 പേര് കൃപാസനത്തിൻ്റെ കുറിച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാശ് രൂപത്തെക്കുറിച്ചായിരുന്നു. അപ്പം നമ്മൾ കൃപാസനത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമുക്ക് കാശ് രൂപം ഒന്നിൽ കൂടുതൽ കിട്ടുമെന്നായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ കാശ് രൂപം നമ്മൾ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്ന സമയത്ത് കിട്ടത്തില്ല. നമ്മൾ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾക്ക് ഒരു കാശ് രൂപം, ഈ നീല കാശ് രൂപം നമ്മൾക്ക് ഉടമ്പടിയോട് കൂടി കിട്ടുന്ന നീല കാശ് രൂപമാണ് ഈ കാശ് രൂപം. ഈ കാശ് രൂപം ഒരെണ്ണം മാത്രമാണ് നമ്മൾക്ക് കിട്ടത്തുള്ളൂ. ഇത് നമ്മൾക്ക് ഉടമ്പടിയുടെ കൂടെ കിട്ടുന്ന, മീൻസ് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഉപ്പിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ വെഞ്ചരിച്ച ഉപ്പിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ തൈലത്തിൻ്റെ കൂടെയും കിട്ടുന്ന കാശ് രൂപമാണ് ഇത്. ഇത് നമുക്ക് ഒരെണ്ണം മാത്രമേ കിട്ടത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഉടമ്പടി കാശ് രൂപം നമ്മൾക്ക് മാലയിലോ അല്ലെങ്കിൽ കൊന്തയിലോ ഒന്നും കോർത്ത് നമ്മുടെ കഴുത്തിലിടാൻ പാടില്ല. ബിക്കോസ് ഉടമ്പടി കാശ് രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്പെഷ്യലായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട, ഇങ്ങനെ ഒരു ടിന്നിലിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ എവിടെയെങ്കിലും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ കഴുത്തിലിട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, കഴുത്തിൽ അണിയാൻ പാടില്ല ഈ ഉടമ്പടി തരുമ്പോഴുള്ള കാശ് രൂപം, ഉടമ്പടി എടുക്കുമ്പോഴുള്ള കാശ് രൂപം. അത് കൂടാതെ നമ്മൾക്ക് ഉടമ്പടി കാശ് രൂപമല്ലാതെ അവിടെ നമ്മൾക്ക് വെഞ്ചരിച്ച കാശ് രൂപങ്ങൾ വേറെയും കിട്ടും. കൃപാസനത്തിൽ മേടിക്കാൻ വേണ്ടിയിട്ട് ആ കാശ് രൂപം നിങ്ങൾക്കിടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കഴുത്തിൽ അണിയുകയോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ നമുക്ക് പോകുമ്പം പേഴ്സിലിട്ട് കൊണ്ടുപോകുകയൊക്കെ ചെയ്യാം. അത് കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ ഉടമ്പടി കാശ് രൂപം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വിലയുണ്ട് അതിന്. പ്രത്യേകിച്ച് അതിനൊരു നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കാശ് രൂപമാണ് ആക്ച്വലി. പക്ഷേ മാതാവിൻ്റെ പടമുള്ള നല്ല നീല കട്ടി നീലമുള്ള കാശ് രൂപം, ഈ കാശ് രൂപം കഴുത്തിലണിയാൻ പാടില്ല. ഇത് നമുക്ക് ഉടമ്പടിയുടെ കൂടെ എടുക്കുമ്പോൾ ഒരെണ്ണം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഉടമ്പടി വസ്തുക്കളുടെ കൂടെ നമ്മുടെ തിരിയും അതുപോലെ തന്നെ വെഞ്ചരിച്ച ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ തൈലത്തിൻ്റെയും കൂടെ കിട്ടുന്ന ഈ കാശ് രൂപം നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകം ഓർക്കുക. രോഗികൾ വിസിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആശുപത്രിയിലൊക്കെ കിടക്കുന്ന രോഗികളെ കാണാൻ പോകുന്ന സമയത്ത് നമുക്ക് ഉടമ്പടി എടുക്കുന്ന ആൾ അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത ആൾ, ആ എടുത്ത ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാശ് രൂപം പെട്ടിയിലാക്കി കൊണ്ടുപോയിട്ട് അവരെ കുരിശ് വരപ്പിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് വെച്ച് പ്രാർത്ഥിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. അതല്ലാത്ത കാര്യങ്ങളിലൊന്നും നമ്മൾ ഉടമ്പടി വസ്തുക്കളിൽ ഈ പ്രത്യേകിച്ച് കാശ് രൂപം വേറൊന്നും ചെയ്യാൻ പാടില്ല. പല ആൾക്കാരും, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാരൊക്കെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ ചില വീഡിയോസിലൊക്കെ ഞാൻ ഈ ഉടമ്പടി കാശ് രൂപം കഴുത്തിലിട്ട് കണ്ടു. ഓ മൈ ഗോഡ്! അതൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഉടമ്പടി കാശ് രൂപത്തിന് അതിൻ്റേതായ വിലയുണ്ട്, അതിൻ്റേതായ ഒരു പവിത്രതയുണ്ട്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന ഉടമ്പടി കാശ് രൂപമാണ് ഇത്. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉടമ്പടി കാശ് രൂപമാണ്. ഇപ്പോഴും സൂക്ഷിച്ച് നമ്മുടെ ഈശോയുടെ മാതാവിൻ്റെ രൂപം അലങ്കരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇപ്പം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, ഉടമ്പടി കാശ് രൂപം നമുക്ക് ഒരെണ്ണം മാത്രമേ കിട്ടത്തുള്ളൂ. വേറെ കാശ് രൂപം നമുക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോളുകളിൽ നിന്ന് മേടിക്കാവുന്നതാണ്. പക്ഷേ അത് ഉടമ്പടി കാശ് രൂപമായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലായത്. ക്ലാസ്സുകളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഉടമ്പടി കാശ് രൂപം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഉടമ്പടി കാശ് രൂപത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. അപ്പം ഉടമ്പടി കാശ് രൂപത്തെക്കുറിച്ചുള്ള ഡൗട്ട് മാറി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു.